ഓക്കെ, നമുക്ക് ബാക്കി പഠിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചത് ഫംഗസ് ജനറൽ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് പുസ്തകത്തിലുള്ളതൊന്നുമല്ല, അതെന്താ മനസ്സിലാക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യും. ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഉണ്ടാവും. പിന്നെ സൈഗോട്ടിൽ നിന്നും പിന്നെ പലതരം സ്പോറുകൾ ഉണ്ടാവും. അതായത് സൈഗോസ്പോർ, ഹാസ്പോസ്പോർ, ബെസിഡിയോസ്പോർ ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞല്ലോ. ഈ സൈഗോട്ട് ഉണ്ടാകുന്ന മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂഷനകത്ത് ഒരു പ്രത്യേകത നോക്കൂ. അതായത് ഇതൊരു ഗ്യാമേറ്റ്, ഇതും ഒരു ഗ്യാമേറ്റ്. ഇത് സൈഗോട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് അറിയാം ഗ്യാമേറ്റ് N ആണ്, സൈഗോട്ട് 2N ആണ്. ഞാൻ വേറെ കാര്യം, ഇതൊരു ഗ്യാമേറ്റ്, ഇതൊരു ഗ്യാമേറ്റ്, സൈഗോട്ട് ഉണ്ട്. ഇത് ഒരു ഗ്യാമേറ്റ്, ഇതും മറ്റൊരു ഗ്യാമേറ്റ് ആണ്, സൈഗോട്ട് ഉണ്ട്. ഇതിൽ മൂന്നിലും എന്താ നിങ്ങൾ വ്യത്യാസം കാണുന്നത്? ഇവിടെ രണ്ട് ഗ്യാമേറ്റുകൾ സെയിം ആണ് അല്ലെ, ഒരേപോലെ ഇരിക്കും. മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് അത് തിരിച്ചറിയാൻ പോലും ചെയ്യാം. അതുകൊണ്ട് ഈ റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേര് ഇതിനെ വിളിക്കുന്ന പേര് ഐസോഗമി എന്നാണ്. It is called isogamy. So what is isogamy? Fusion of similar gametes. They cannot be differentiated into male or female. ഇത് ഏതാ മെയിൽ ഏതാ ഫീമെയിൽ പറയാൻ ഒക്കില്ല. ഇവിടെ മെയിൽ ഏതാ ഫീമെയിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിനാണ് അനൈസോഗമി. എന്താണ് അനൈസോഗമി? ഫ്യൂഷൻ ബിറ്റ്വീൻ ടു ഡിസിമിലർ ഗാമേറ്റ്സ്. ഒരുപോലെ അല്ലാത്ത രണ്ട് ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് വിളിക്കുന്ന പേരാണ് അനൈസോഗമി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മെയിൽ ഏതാ ഫീമെയിൽ വ്യക്തമായിട്ട് അറിയാം അല്ലെ. ഏതാണ് മെയിൽ? ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആണ്. This is called oogamy. This fusion is called oogamy. So what are three types of sexual reproductions? Isogamy, anisogamy and oogamy. മനസ്സിലായില്ലേ? അപ്പോൾ ഇതും കൂടെ ഓർക്കണം. കാരണം ഇനി ഒരു ഗ്രൂപ്പിന്റെ പേര് പറയുമ്പോൾ ഞാൻ ഈ വാക്കുകൾ പറയും, അപ്പോൾ അത് മനസ്സിലാക്കണം. അവിടെ എടുത്ത് ഞാൻ പറയില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ ഫംഗസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. വരച്ചോണം, സ്റ്റിൽ അടിച്ചു വെക്കുക, ഇതുപോലെ വരച്ചു വയ്ക്കുക. ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഇനി ഈ ഫംഗസിന്റെ മൈസീലിയത്തിന്റെ പ്രത്യേകത, ഫംഗസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത, അവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത, ഇങ്ങനെ ലൈഫ് സൈക്കിൾ മുഴുവൻ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചതിന് ശേഷം ഫംഗസിനെ പല ക്ലാസുകളായി തരംതിരിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഫൈക്കോമൈസീസ്, രണ്ട് ആസ്കോമൈസീസ്, മൂന്ന് ബസിഡിയോമൈസീസ്, നാല് ഡ്യൂട്ടീരിയോമൈസീസ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ചാർട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത് അതുപോലെ നിങ്ങൾ വരച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വരച്ചൊരു ഫ്രണ്ടിൽ ഇരിപ്പുണ്ടല്ലോ, അതിന് മുന്നിലേക്ക് വെക്കുക, എന്നിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് വലിയൊരു ചാർട്ട്, ബോർഡിനെ നിൽക്കില്ല, അതുകൊണ്ടാണ് ആ ചാർട്ട് അതുപോലെ തന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം 4 ക്ലാസ്. എന്താണ്? ഫൈക്കോമൈസീസ്, ആസ്കോമൈസീസ്, ബസിഡിയോമൈസീസ്, ഡ്യൂട്ടീരിയോമൈസീസ്. ഇതിലെല്ലാം തന്നെ വെവ്വേറെ പേരുകളുണ്ട്. എന്താണ്? ഫഞ്ചെ, ദിസ് ഇസ് ഫൈക്കോമൈസീസ്. അതിന് വേറെ പേരെന്താ? കോഞ്ചുഗേഷൻ ഫഞ്ചെ എന്നാണ് അല്ലേ. അതിനകത്ത് കോഞ്ചുഗേഷൻ നടത്തിയ മൾട്ടിപ്ലയർ ആണ്, അതുകൊണ്ടാണ് കോഞ്ചുഗേഷൻ ഫഞ്ചെ. ഫൈക്കോമൈസീസ് ആൾസോ കോൾഡ് ആസ് കോഞ്ചുഗേഷൻ. ഇവിടെ ഞാൻ എഴുതുന്നില്ല, കാരണം നിങ്ങൾ മുന്നിൽ ചാർട്ടിനകത്ത് തിരിപ്പുണ്ട്. വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, വരച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഫൈക്കോ, ഈ ഫൈക്കോ എന്ന് പറയുന്നത് ഫൈക്കോ മീൻസ് ആൽഗെ എന്നർത്ഥം. സ്റ്റഡി ഓഫ് ഫഞ്ചി ഈസ് കാൾഡ് മൈക്കോളജി ആൻഡ് സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കാൾഡ് ഫൈക്കോളജി. ഇതെന്താണ് ഇങ്ങനെ കരുതുന്നത്? കാരണം ഇതിന് മറ്റു പേരുടെ താഴെ കൊടുക്കുന്നത് ആൽഗെ ലൈക്ക് ഫഞ്ചി. കാരണം ഇവിടെ ലൈഫ് സൈക്കിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആൽഗെ പോലെയൊക്കെയാണ്. പക്ഷെ എന്തില്ല, പച്ചനിറമില്ല അല്ലേ. പച്ചനിറം ഉണ്ടാകുന്നത് ആൽഗെ പോയതിന്. ഫഞ്ചി ആർ നോൺ ക്ലോറോഫിലേറ്റഡ് താലോബൈറ്റ്സ് ആണ്. അതുകൊണ്ട് ഒരു പേരങ്ങ് വിളിച്ചെന്താണ്? ആൽഗെ ലൈക്ക് ഫഞ്ചി. അതാണ് ഫൈക്കോമൈസീസ് എന്ന് വിളിച്ചത് അല്ലെ. ആസ്കോമൈസീസ് പേരെന്താണ് വേറെ കൊടുത്തിരിക്കുന്നത്? പറയും. സെക്കൻഡ് നെയിം ഇസ് സാക്ക് ഫഞ്ചി, സാക്ക് ഫഞ്ചി. ബസിഡിയോമൈസീസ് വേറെ ക്ലബ് ഫഞ്ചി അല്ലെ. ഇതിനോട് ഡ്യൂട്ടീരിയോമൈസീസിന് ഫഞ്ചെ ഇംപെർഫെക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അത് പേര് മാത്രം. അടുത്ത കൊടുത്തിരിക്കുന്നത് ഇവിടെ മൈസീലിയത്തിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. ആ മൈസീലിയത്തിന് എഴുതാതാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്, ഇങ്ങനെ കുത്തിട്ടിരിക്കുന്നത്. എന്നാൽ താഴെ എഴുതി വെച്ചതാണ് വേറെ നിറത്തില് എസെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച് ആണ്. എസെപ്റ്റേറ്റ് ആണ്. ഈ മൈസീലിയം ഇങ്ങനെ മൈസീലിയം ആണ്.
അതിന് വളരെ വലുതാക്കി വരച്ചു കഷ്ണം, എത്രയൊരു കഷ്ണമാണ് വലുതാക്കി വരച്ചിരിക്കുന്നത് കണ്ടോ. ദിസ് കാൾഡ് അസെപ്റ്റേറ്റ് ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റ് മൈസീലിയം ബ്രാഞ്ച് ആണ്. ഇവിടെ എങ്ങനെ വരച്ചിരിക്കുന്നത്? ഇങ്ങനെ വരച്ചു ബ്രാഞ്ച് ആണ്, പക്ഷെ എന്താണ് സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റ ഉണ്ട്, സെപ്റ്റ അതിനെ പറയാം എന്താണ് സെപ്റ്റ. ഇവിടെ ക്രോസ് വാൾ ആയിട്ട് കാണുന്നതാണ് സെപ്റ്റ. സോ ഇത് സെപ്റ്റേറ്റ്. ബെസിഡിയം മൈസീസിൽ ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് അല്ലേ, അവിടെ മൈസീലിയം തന്നെയാണ് ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. യൂട്യൂബ് മൈസീസിൽ ഇങ്ങനെ പഠിപ്പിക്കും എന്താണത് ബ്രാഞ്ചിലാണ് സെപ്റ്റേറ്റ് ആണ്. നല്ലെടുത്തിരിക്കുന്നത് നമ്മുടെ ചാർട്ട് ഉണ്ടെങ്കിൽ ചാർട്ട് പുസ്തകത്തിലുണ്ടോ ഇല്ല, പക്ഷെ പഠിക്കാനുള്ള എളുപ്പമാണ്, മനസ്സിലായില്ലേ. അപ്പൊ ആണ് ചാർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൈസീലിയത്തെ കുറിച്ച് പറയുകയുടെ പൈക്കോമൈസീസിന് ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ്, ബാക്കി മൂന്നിനും എന്താണ് ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ശരിയല്ലേ? ഇനി ഇവിടെ എസെക്ഷൻ റീപ്രഷൻ എങ്ങനെയാണെന്ന് നോക്കിയാ, ഞാൻ വായിക്കുകയാണ്, നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചാർട്ടിനകത്തുണ്ട്. ഇവിടെ എസെക്ഷൻ റീപ്രഷനെ കുറിച്ച് ആദ്യം കൊടുത്തത് അല്ലേ. ഇവ എസെക്ഷൻ റീപ്രൊഡ്യൂസ് ബൈ വാട്ട് ടൈപ്പ് ഓഫ് സ്പോർട്സ് എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദേ എസെക്ഷൻ റീപ്രൊഡ്യൂസ് വിത്ത് സ്പോർട്സ്. സ്പോർട്സ് ആണ്. സ്പോർട്സ് വല്ലാണ്ട് എഴുതാം. ഇതൊരു സ്പോറാണ്, ഇതൊരു സ്പോറാണ്. ഈ സ്പോറ് ചലിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്താണ് അപ്ലാനോസ്പോർ. ഇത് ചലിക്കും. ഇസ് കാൾഡ് പ്ലാനോസ്പോർ അഥവാ സൂസ്പോർ. ഇങ്ങനെയുള്ള സ്പോറുകൾ ഉപയോഗിച്ചാണ് എസെക്ഷൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എസെക്ഷൽ റീപ്രഷൻ എന്താണെന്ന് നേരത്തെ പഠിച്ചത്. ഇപ്പൊ ഇവിടെ ശരീരത്തിൽ ചില സ്പോറുകൾ ഉണ്ടാകുമ്പോൾ ചലിക്കാത്ത സ്പോറും ഉണ്ടാവും, ചലിക്കുന്ന സ്പോർ ഉണ്ടാവും. ചലിക്കാത്ത സ്പോറിനെ എന്ന് വിളിക്കാം അപ്ലാനോസ്പോർ അഥവാ നോൺ മോട്ടൈൽ സ്പോർ. ചലിക്കുന്ന സ്പോറിനെ എന്ത് വിളിക്കാം പ്ലാനോസ്പോർ അഥവാ സൂസ്പോർ എന്ന് വിളിക്കും അല്ലെ. ഇങ്ങനെ ഉണ്ടാകും ചലിക്കുന്ന സ്പോറുകളും ചലിക്കാത്ത സ്പോറുകളും. ആ കോളത്തിനകത്ത് തന്നെ ചെറുതായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ചലിക്കുന്ന സ്പോറുകളും ചലിക്കുന്ന സ്പോർ കണ്ടത് ചലിക്കാൻ രണ്ട് കൊമ്പുണ്ട്, ഫ്ലജെല്ലാം ഉണ്ട്, തിരിച്ചു കിടക്കും. അതാണ് അവയുടെ എന്ത് റീപ്രഷൻ സെക്ഷൽ റീപ്രഷൻ. ഇതിലേക്ക് വരാം. എന്ത് റീപ്രഷനാണ്? ദേ പ്രൊഡ്യൂസ് ബൈ കൊണീഡിയ. കൊണീഡിയ ഉപയോഗിച്ചാണ് അവ എസെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എസെക്ഷൽ റീപ്രഷൻ ഓക്കർ ബൈ കൊണീഡിയ. അതൊരു പ്രത്യേകതയാണ്. ഇത് കൊണീഡിയ എങ്ങനെയാ ഉണ്ടാകുന്ന അറിയാമോ? അതായത് പെരിസീലിയത്തിലാണ് കൊണീഡിയ. എവിടെ ആയിരിക്കും? ഇത് പെരിസീലിയത്തിന്റെ ഫംഗസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ ഇനി എസെക്ഷൽ റീപ്രൊഡ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള സ്പോറുകൾ ഉണ്ടാവും. ഇതാണ് കൊണീഡിയ. നേരത്തെ വരച്ച് നേരത്തെ കഴിഞ്ഞ പിടിക്കത്തുണ്ട്. അപ്പോ ഇതാണ് കൊണീഡിയ. ഇതേതാണ് പെരിസിലിയം. ഈ ആസ്കോമൈസിസിന്റെ ഇങ്ങോട്ട് മാറ്റി വരച്ചാണ്. അപ്പൊ ആസ്കോമൈസിസ് എസെക്ഷൽ റീപ്രൊഡ്യൂസ് വിത്ത് കൊണീഡിയ. ഓക്കെ, ഇനി ബെസിഡിയോമൈസിസിന് എസെക്ഷൽ റീപ്രഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് എസെക്ഷൽ റീപ്രഷൻ ഇല്ല, ആബ്സെന്റ് ആണ്. കണ്ട, ഇവയ്ക്ക് എസെക്ഷൽ റീപ്രഷൻ ഇല്ല. ഓക്കെ, ചാപ്പി ശരിയല്ലേ? ഡ്യൂട്ടീരിയമൈസിസിനാണെങ്കിലോ എസെക്ഷൽ റീപ്രഷൻ ഉണ്ട്, അത് കൊണീഡിയ. അപ്പൊ കൊണീഡിയ ഉപയോഗിച്ച് എസെക്ഷൽ റീപ്രഷൻ നടത്തുന്ന രണ്ട് ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ആസ്കോമൈസിസും ഡ്യൂട്ടീരിയമൈസിസും. നിങ്ങൾക്ക് അറിയാമോ, ഈ ഒരു ഫംഗസിന്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ചോദ്യങ്ങളൊന്ന് കുത്തി പറയുന്ന ഏരിയ. കാരണം കുറെ എക്സാമ്പിൾസും ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഒരു പാടുമില്ല, നിങ്ങൾ ആ ചാർട്ട് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാൻ കഴിയും ഈ പറയുന്ന പോലെ. പക്ഷെ ഇങ്ങനെ ചാർട്ട് പുസ്തകത്തില്ല, അതുകൊണ്ട് ചാർട്ട് നിങ്ങൾ ഫ്രണ്ടായിട്ട് പഠിച്ചു. ഞാൻ വീട്ടിൽ പറയുന്നു, ഫൈക്കോമൈസിന്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്ലാനോസ്പോറും പ്ലാനോസ്പോറുമാണ്. ഇതിനെല്ലാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ, ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇവയ്ക്കെല്ലാം തന്നെ ബഡിങ്, ഫിഷന്, ഫ്രാഗ്മെന്റേഷൻ ഇതെല്ലാത്തിനും ഉണ്ട്, അതുകൊണ്ട് എടുത്തേ പറയുന്നില്ല. പക്ഷേ ഇവയ്ക്കെല്ലാം തന്നെ എന്താണ്, ഇവയ്ക്ക് നോൺ മോട്ടർ സ്പോർ ഉണ്ടാക്കാം, മോട്ടർ സ്പോർ ഉണ്ടാക്കി എസെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യാം. സ്പോർ ഉണ്ടാകുന്ന സ്പോറാഞ്ചി എന്ന് പറഞ്ഞാൽ അടയ്ക്കാതെ, അതൊന്നും പഠിക്കണമെന്നില്ല. ആസ്കോമൈസിസിനകത്താണ് കൊണീഡിയ എന്നുള്ള സ്പോറ ഉണ്ടാകുന്നതാണ്. ഇതാണ് കൊണീഡിയ. ഇതുപോലെ ബെസിഡിയമൈസിസ് ആണെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഡ്യൂട്ടീരിയമൈസിസിനും കൊണീഡിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ പെൻസിലി ആണ് എക്സാമ്പിൾ, പെൻസിലി അല്ല എക്സാമ്പിൾ, പക്ഷെ കൊണീഡിയ മനസ്സിലൊന്നുമില്ലല്ലോ. ഇവിടെ ഞാൻ പറയുന്നു, ഫൈക്കോമൈസിസ് asexually reproduce with a planospore or planospore, non-motile spore or motile spore, അല്ലെങ്കിൽ zoospore. Ascomyces reproduce with asexually reproduce with conidia. Basidiomyces there is no asexual reproduction. Deuteriomyces also asexually reproduce with conidia. Simple അല്ലേ? അപ്പൊ ഇനി എന്താണ് സെക്ഷൽ റിപ്പീറ്റിലേക്ക് പോകാം. How do they sexually reproduce? അവരൊക്കെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നോക്കില്ല. ഇവയ്ക്ക് ഐസോഗമി, ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളത്, അനൈസോഗമി, ഊഗമി, കണ്ട
3 തരം റീപ്രൊഡക്ഷൻ കാണിക്കും സെക്ഷലി. ഐസോഗമി, അനൈസോഗമി, ഊഗമി. എങ്ങനെ തിരിച്ചറിയാം? ഒരേപോലത്തെ ഗ്യാമറ്റ് ബേസ് ചെയ്ത ഐസോഗമി. ഒരു വലുത് ചെറുതാണെങ്കിൽ അനൈസോഗമി. മെയിലും ഫീമെയിലും വ്യക്തമായി അറിയാമെങ്കിൽ ഊഗമി. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ ഊഗാമസ് ഓർഗൻസ് ആണ്. മനുഷ്യനകത്തൊരു സെക്ഷൽ പ്രശ്നമുണ്ട്. ഏതാണ്? ഊഗമിയാണ്. ഇനി ആസ്കോമൈസിസ് വന്നു കഴിഞ്ഞാൽ അവര് ആസ്കോസ്പോർ എന്നൊരു സ്പോർ ഉണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, 2 ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്തതിനു ശേഷം ആ സൈഗോട്ടിൽ നിന്നുണ്ടാകുന്ന സ്പോറാണ് ആസ്കോസ്പോർ. നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ആസ്കോസ്പോർ ഉണ്ടാകും. ഈ ആസ്കോസ്പോർ ആസ്കസ് എന്നൊരു സാധനത്തിലാണ് ഉണ്ടാകുന്നത്. ആസ്കസ് എന്നൊരു സ്ട്രക്ചറിലാണ് ഉണ്ടാകുന്നത്. അത് ആസ്കോ കാർപ്പ് എന്നൊരു മറ്റൊരു സ്ട്രക്ചറിലാണ് ഉണ്ടാകുന്നത്. ആസ്കോ കാർപ്പ്. ഇപ്പം നിങ്ങളടുത്ത് മാങ്ങ എവിടെ ഉണ്ടാകുന്ന വെച്ചാൽ അത് മാവിലാണ് ഉണ്ടാകുന്നത്. മാവിലെവിടെ അതിന്റെ ഒരു ബ്രാഞ്ചിലാണ് ഉണ്ടാകുന്നത്. ബ്രാഞ്ചിലാണ് പൂങ്കുലയിലാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ആസ്കോസ്പോർ എന്ന് പറയുന്ന സാധനം ആസ്കസ് എന്നൊരു സ്ട്രക്ചറിനകത്ത് ഉണ്ടാവും. ആസ്കസ് ഇരിക്കുന്നത് ആസ്കോ കാർപ്പ് എന്ന വേറെ സ്ട്രക്ചറിനകത്താണ്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാവും. ഇനി ബെസിഡിയോമൈസിസ് നോക്കൂ. ഇതേപോലെ തന്നെയാണ് എന്താണ് ബെസിഡിയോമൈസിസ് എന്ന് കഴിഞ്ഞാൽ ബെസിഡിയോസ്പോർ. ബെസിഡിയോസ്പോർ ഉണ്ടാകും. ബെസിഡിയോസ്പോർ ഉണ്ടാകുന്നത് ബെസിഡിയം എന്നൊരു സ്ട്രക്ചറിനകത്താണ് ഉണ്ടാകുന്നത്. ആ ബെസിഡിയം എവിടെ ഉണ്ടാകുന്നത്? ബെസിഡിയോ കാർപ്പ് എന്നൊരു സാധനത്തിനകത്താണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോഗമി ഉണ്ട്, അനൈസോഗമി ഉണ്ട്, ഊഗമി ഉണ്ട്. ആസ്കോമൈസിസ് ആണെങ്കിൽ ആസ്കോസ്പോർ ഉണ്ടാകും. ആസ്കോസ്പോർ ഉണ്ടാകും ആസ്കസ് എന്ന സാധനത്താണ്. ആസ്കസ് ഇരിക്കുന്നത് ആസ്കോ കാർപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. എന്താണ് ഈ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയാം? ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാക്കിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഈ ക്ലാസ് ആദ്യ വീഡിയോയിൽ ഒരു ഫംഗസിന്റെ പടം വരച്ചിട്ട് ഞാൻ പറഞ്ഞു ഫ്രൂട്ടിംഗ് ബോഡി പോലെ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോ വാട്ട് ഈസ് ദ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ആസ്കോമൈസിസ്? ആസ്കോ കാർപ്പ്. വാട്ട് അബൌട്ട് ബെസിഡിയോമൈസിസ്? ബെസിഡിയോ സ്പോർ ഉണ്ടാകും. ബെസിഡിയം എന്നൊരു സ്ട്രക്ചറിനകത്താണ്. ബെസിഡിയം ഇരിക്കുന്നത് ബെസിഡിയോ കാർപ്പ് എന്ന ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. ഈ ലൂട്ടിയോമൈസിസ് എന്ന് പറഞ്ഞാൽ there is no sexual reproduction in luteoliomesis. luteoliomesis എന്തില്ല? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ luteoliomesis മറ്റു പേരെന്താണ് നിങ്ങളെ ചാർട്ട് ചെയ്തിരിക്കുന്നത്? ഫഞ്ചെ ഇംപെർഫെക്റ്റേ. കാരണം ഇത് പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് വിളിക്കുന്നു? പെർഫെക്റ്റ് ആശാനല്ല എന്ന് പറയും. അതാണ് ഫഞ്ചെ ഇംപെർഫെക്റ്റേ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഈ ചാർട്ട്. നിങ്ങളുടെ കയ്യിൽ ചാർട്ട് ആയത്. ഇനി അടുത്ത് എന്തോ ഉള്ളത്? കുറച്ച് എക്സാമ്പിൾസ് ആണുള്ളത് അല്ലേ? എക്സാമ്പിൾസ് കിടപ്പുണ്ട് അല്ലേ? എന്തൊക്കെയാണ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്? ഫൈക്കോമൈസിസ് എന്തൊക്കെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? ഫൈക്കോമൈസിസിനകത്ത് മ്യൂക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്, റൈസോപ്പസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈസോപ്പസിന്റെ മറ്റു പേരാണ് ബ്രെഡ് മോൾഡ്. നിങ്ങൾ വീട്ടിൽ ബ്രെഡ് ഒക്കെ വാങ്ങിച്ചാൽ അത് പൂപ്പിൽ പിടിക്കത്തില്ലേ? അത് റൈസോപ്പസ് ആണ്. നിങ്ങൾ അച്ചാറിനെ പൂപ്പിക്കാത്തൊക്കെ പൂപ്പിൽ പിടിക്കത്തില്ലേ? അത് റൈസോപ്പസ് ആണ്. ദെൻ മറ്റൊന്നാണ് അൽബുജോ. ഒരു ഫൈക്കോമൈസിസ് ഫംഗസ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അൽബുജോ ഇസ് എ പാരസൈറ്റ് ഓൺ മസ്റ്റാർഡ്. കടുക് ചെടിക്കകത്ത് പാരസൈറ്റ് ആണ്. എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഇസ് എ പാരസൈറ്റ് ഓൺ മസ്റ്റാർഡ്. പിന്നെ സാപ്രോലെഞ്ചിയ എന്ന് പറഞ്ഞ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എക്സാമ്പിൾ ഫോർ ഫൈക്കോമൈസിസ്? മ്യൂക്കർ, റൈസോപ്പസ്, അൽബുജോ ആൻഡ് സാപ്രോലെഞ്ചിയ. അതിനകത്തില് ആരാണ് പാരസൈറ്റ് ആയിട്ട്? പിന്നെ കടുക് ചെടി എന്ന് വെച്ചാൽ മസ്റ്റാർഡ് കടുക് ചെടി, MUSTARD. കടുക് ചെടി പാരസൈറ്റ് ആയിട്ട് കാണുന്നവരാണ് അൽബുജോ. ആൻഡ് പുസ്തകത്തിൽ പറയുന്നില്ല അതുണ്ടാകുന്ന രോഗത്തിന്റെ പേര് ഞാൻ പറയാം. വൈറ്റ് റസ്റ്റ് എന്നാണ് രോഗത്തിന്റെ പേര്. കടുക് ചെടിയിൽ അൽബുജോ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് വൈറ്റ് റസ്റ്റ് എന്നാണ്. പുസ്തകത്തിലില്ല, എൻട്രൻസ് ആണ് ചോദിച്ചേക്കാം. ഇനി ഫൈക്കോമൈസിസ്, ഇനി ആസ്കോമൈസിന്റെ എക്സാമ്പിൾസ് ഓർക്കണം. ഇതിനകത്ത് ഒരു ആശാൻ അറിയാം. നമ്മൾ യൂണിസെല്ലാർ ഫംഗസിനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? അതിന്റെ പേരെന്തായിരുന്നു? ഈസ്റ്റ്. ഈസ്റ്റ് വരുന്ന എവിടെയാണ്? ആസ്കോമൈസിസിലാണ്. പക്ഷേ ചോദിക്കും ഈസ്റ്റ് എന്ന് പറഞ്ഞ യൂണിസെല്ലാർ ഫംഗസ് ഏത് ക്ലാസ്സിലാണ് വരുന്നത്? എൻട്രൻസ് ഒക്കെ ചോദിക്കാം, നമ്മുടെ ബോർഡ് എക്സാം ചോദിക്കാം. ഈസ്റ്റിന്റെ പേര് സക്കാരോമൈസസ് സെർവീസിയെ എന്നാണ്. സക്കാരോമൈസിസ് എന്നാണ്. സക്കാരോമൈസിസ് നമ്മൾ പിന്നെ പഠിക്കും. അപ്പം ഈസ്റ്റ് വരുന്ന എവിടെയാണ്? ആസ്കോമൈസിസിലാണ്. പെനിസിലിൻ വരുന്ന എവിടെയാണ്? ആസ്കോമൈസിസിലാണ്. അത് കൂടാതെ കുറെ എക്സാമ്പിൾസ് കൂടി ഉണ്ട്. എന്താ നോക്കുക? അത് എക്സാമ്പിൾ മറ്റൊന്ന് ഇറ്റ് ഇൻക്ലൂഡ് another examples such as okay, രണ്ട് പ്രധാന എക്സാമ്പിൾസേ ഉള്ളൂ. വേറെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പഠിച്ചോളൂ. യെസ്, ഓക്കെ, വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. മറ്റൊന്ന് ഈസ്റ്റ്, പെനിസിലിൻ. അത് കൂടാതെ പറയാതെ എഴുതുന്നത് ആസ്പെർജില്ലസ് അല്ലെ? ആസ്പെർജില്ലസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? ഫൈക്കോമൈസിസ്. മറ്റൊന്നാണ് ക്ലാവിസെപ്സ്. ഇത് കൊടുത്തിട്ടുണ്ട്. ക്ലാവിസെപ്സ് പെർക്യൂരിയ എന്ന മൊത്തം പേര്, ക്ലാവിസെപ്സ് എന്ന പേര്. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ന്യൂറോസ്പോറ.
Neurospora is another example. Other example is morels and buffles. Okay. അപ്പം ഫൈക്കോമൈസിസ് എക്സാമ്പിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ്, പെനിസിലിയം, അതുപോലെ തന്നെ ആസ്പർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, മൊറൈൽസ് ആൻഡ് ബഫിൾസ്. ഈ എക്സാമ്പിൾസിന് പ്രത്യേകതയുണ്ട്. ഈസ്റ്റിന്റെ പ്രത്യേകത എന്താ? യൂണിസെല്ലാർ ഫംഗസ്. പെനിസിലിന്റെ പ്രത്യേകത എന്താ? അതിൽ നിന്നാണ് ആദ്യത്തെ ആന്റിബയോട്ടിക്സ് ആയ പെനിസിലിൻ എടുത്തിട്ടുള്ളത് അല്ലെ. പെനിസിലിയം നൊട്ടേറ്റോ എന്ന ഫംഗസ് നിന്നാണ് ആദ്യത്തെ ആന്റിബയോട്ടിക്സ് ആയ പെനിസിലിൻ എടുത്തിട്ടുള്ളത്. ഇനി പഠിച്ചിട്ടുണ്ടല്ലോ, 5ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ഇനി മൂന്നാണ് പറഞ്ഞു, കണ്ടത്തിലേ പറഞ്ഞു ആസ്പർജില്ലസ് എന്ന് പറഞ്ഞു. പ്രത്യേകം ഒന്നും പഠിക്കാനില്ല. ക്ലാവിസെപ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു അല്ലെ. ക്ലാവിസെപ്സ് പെർക്യൂരിയ എന്ന മൊത്തം പേര്. ഈ ക്ലാവിസെപ്സ് പെർക്യൂരിയ എന്ന് പറയുന്നതിന് മനുഷ്യന്റെ ചികിത്സാ രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഈ ക്ലാവിസെപ്സ് സാധാരണ റൈ അഥവാ ഗോതമ്പ് ചെടിക്കകത്ത് ഒരു പാരസൈറ്റ് ആയിട്ട് വന്ന് രോഗം ഉണ്ടാക്കും. മനസ്സിലായല്ലോ. എർഗോട്ട് എന്നാണ് അസുഖത്തിന്റെ പേര്, എർഗോട്ട്. അപ്പോ ഈ എർഗോട്ട് രോഗം പിടിച്ച ഈ ഗോതമ്പ് ചെടിയുടെ ധാന്യങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു കറുത്ത ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കും. എന്തിനാണെന്നറിയാമോ? ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഗോതമ്പ് ചെടി പറമ്പിൽ വളരുമ്പോൾ അത് കായ്ച്ചു പൂത്ത് ചെടി അങ്ങ് ഉണങ്ങിപ്പോകും. പക്ഷെ അതിന്റെ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാകുന്നത്? ഗോതമ്പ് വിത്തിൽ നിന്നല്ലേ. അതുപോലെ ഈ ചെടി ഉണങ്ങിപ്പോകുമ്പോൾ ഈ ഫംഗസ് ഒന്നും നശിച്ചു പോകത്തില്ലേ. അപ്പൊ അതിന് വംശവർദ്ധന നടത്താൻ വേണ്ടി എന്ത് ചെയ്തോ ഈ ഗോതമ്പ് നാണിയുടെ ഇടയ്ക്ക് ഒരു കറുത്ത സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് അതിനെ വിളിക്കുകയാണ് എർഗോട്ട്. എർഗോട്ട് ഡിസീസ് എന്ന് വിളിക്കും. അതിൽ നിന്നും LSD എന്നൊരു മയക്കുമരുന്ന് വേർതിരിച്ചെടുക്കുന്നു. ലൈസർജിക് ആസിഡ് ഡൈ എത്തിലാമൈഡ്. ഇവിടെ കേട്ടിട്ടുണ്ടോ? LSD നല്ലൊരു മയക്കുമരുന്ന്. ഞരമ്പിലെ കുത്തിവെച്ച ആൾക്കാർ ഒട്ടുപിടിച്ചാണ് കിടക്കുന്നത്. പക്ഷേ മാനസിക രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യനെ ഒറ്റമിക്ക ഔഷധങ്ങൾ ചേർക്കുന്നുണ്ട്. LSD ലൈസർജിക് ആസിഡ് ഡൈ എത്തിലാമൈഡ് എന്നാണ്. അതൊക്കെ എൻട്രൻസ് പോയിന്റ് ആണ്. വെറുതെ പറയാണ്, നിങ്ങൾ ആവശ്യമുള്ളവർ കൂടുതൽ പഠിച്ചോണം. ഈ പറഞ്ഞതൊക്കെ എഴുതി വെച്ച് പഠിച്ചോണം. എവിടെ നിന്ന് എടുക്കുന്നത്? ക്ലാവിസെപ്സ് എന്ന് പറയുന്ന ഈ ഫംഗസ് ആണ്. ഗോതമ്പിനകത്തുണ്ടാകുന്ന രോഗമാണ് എർഗോട്ട് ഡിസീസ്. അതിൽ നിന്ന് എടുക്കുന്ന അതിന്റെ ക്ലീസ്റ്റോത്തീസി എന്ന് വിളിക്കുന്ന അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നാണ് LSD മാറ്റിയെടുക്കുന്നത്. അത്രത്തോളം പഠിച്ചാൽ മതി. അപ്പൊ LSD എടുക്കുന്നതാണ് ക്ലാവിസെപ്സ്. ഇനി വേറെ ഞാൻ പറഞ്ഞു ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ സാധാരണ പിന്നെ നമ്മളിപ്പോ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വലിയ പയർ ചെടിയും ചെറിയ പയർ ചെടിയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 1ാം തലമുറയിൽ നീളമുള്ളതും 2ാം തലമുറയിൽ നീളമുള്ളതും നീളം കുറഞ്ഞതും 3:1 എന്ന റേഷ്യോ കിട്ടുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ സ്വഭാവങ്ങൾ താണവടിയിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചെടിയാണിത് ന്യൂറോസ്പോറ. സാധാരണ ജന്തുക്കളിൽ ഇത് പഠിക്കാൻ വേണ്ടി അടുത്ത തലമുറയിൽ ജന്തുക്കളിൽ എങ്ങനെ പഠനം നടത്തുമെന്ന് അറിയാൻ ഞാനൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു നീളമുള്ള പേരേടി നീളം കുറഞ്ഞ പേരേടി നമ്മൾ ക്രോസിംഗ് നടത്തിയാൽ 1ാം തലമുറയിൽ നീളമുള്ളത് കിട്ടും, 2ാം തലമുറയിൽ നീളം കുറഞ്ഞത് നീളം കൂടിയത് 3:1 അംശമൊക്കെ കിട്ടും പഠിച്ചല്ലോ. അപ്പൊ പയറിയുടെ 1ാം തലമുറ ഉണ്ടാകാൻ എത്ര കാലം പിടിക്കും? പയറിയുടെ നട്ട് വലുതായി പൂത്തു കായ്ച്ചു, അതിൽ ക്രോസിംഗ് നടത്തി അടുത്ത തലമുറ എടുത്തു. അപ്പൊ 2 മാസം. പിന്നെ 3ാം തലമുറ എടുക്കുമ്പോൾ വീണ്ടും 2 മാസം. 6 മാസം കൊണ്ട് തീരും അല്ലേ. ഇതേ പരീക്ഷണം ആനയും നടത്താൻ പോയ എത്ര കാലം പിടിക്കും? ആനയിൽ ഒരു വെളുത്ത ആന ഒരു കറുത്ത ആന നമ്മൾ ഇണകത്തിന് ശേഷം 1ാം തലമുറ ആരുണ്ടാവുന്നു. എന്നിട്ട് 1ാം തലമുറയിലുള്ള 2 ആനയുടെ ഇണകത്ത് 2ാം തലമുറയിൽ എങ്ങനെ ആന ഉണ്ടാവുന്നു കണ്ടുപിടിക്കാൻ പോയ സയൻസിന്റെ ജീവിതം കൊഞ്ഞാട്ടായി പോകത്തില്ലേ, വല്ല നടക്കും. അപ്പൊ അതിനുവേണ്ടി എടുക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടില് പഴം ഒക്കെ എടുത്തു വെച്ചാൽ അതിനകത്ത് വന്നൊരു ഈച്ച വന്നിരിക്കും. പഴയ ഈച്ച എന്നാണ് പറയുന്നത്. ഏതായാലും നിങ്ങൾ ഓറഞ്ച് മുന്തിരിയൊക്കെ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചുവന്ന നിറത്തിൽ ഈച്ച വന്നിരിക്കും. ആ ഈച്ചയുടെ പേര് ഡ്രോസോഫില എന്നാണ്. ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എന്ന മൊത്തം പേര്. ഈ ഈച്ചയുടെ ജീവിതം എന്ന് പറയാൻ 14 ദിവസമേ ഉള്ളൂ. അപ്പൊ ജന്തുക്കളിൽ ഇത് എങ്ങനെ സ്വഭാവം മാറുന്നതിന് വേണ്ടി ഈ ഈച്ചയെ പിടിച്ചാണ് പരീക്ഷിക്കുന്നത്. എന്താ പറയുമ്പോൾ ഈച്ചയ്ക്ക് ഒരുപാട് നിറവ്യത്യാസങ്ങളുള്ള ഈച്ചകളുണ്ട്. ചെറിയ ചിറവുള്ളത്, കണ്ണ് കറുത്തത്, കണ്ണ് കൊമ്പ് വലുതായത്, കാല് രോമമുള്ളത്, ഇങ്ങനെ ഒരുപാട് സ്വഭാവമുള്ള ഈച്ചകളുണ്ട്. അത് 2ാമത്തെ പിടിച്ച ശേഷം ഇണ ചേർത്ത് അടുത്ത തലമുറ എടുക്കും, അതിന്റെ അടുത്ത തലമുറ എടുക്കും. ഇതൊക്കെ 10-14 ദിവസം നടക്കും. അപ്പോൾ സൈറ്റോളജിക്കൽ സ്റ്റഡിക്ക് എടുക്കുന്ന ഒരു ജന്തുവിന്റെ പേരാണ് ഡ്രോസോഫില. ഇതേപോലെ സസ്യങ്ങളിൽ പെട്ടെന്ന് തലമുറ ഉണ്ടാക്കുമ്പോൾ സ്വഭാവങ്ങൾ എങ്ങനെ പോകുന്നത് പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് ഈ ന്യൂറോസ്പോറ എന്ന് പറയുന്ന ഫംഗസ് ആണ്. അതുകൊണ്ട് ഈ ന്യൂറോസ്പോറെ ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാറുണ്ട്. പ്ലാന്റ് അല്ല എങ്കിലും ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം. ആരാണ്? ന്യൂറോസ്പോറ. മനസ്സിലായല്ലോ. ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ പോയിന്റ് ആണ് പറയുന്നത്. ഇനി പുസ്തകത്തിൽ കൊടുത്ത കാര്യം തന്നെ പറയുകയാണ്. അടുത്ത 2 എണ്ണം. മൊറൈൽസ് ആൻഡ് ബഫിൾസ് ആർ എഡിബിൾ ഫംജി. കൃഷി ചോദിക്കും എഡിബിൾ ഫംഗസിന്റെ പേര് പറയുക. എന്താ? മൊറൈൽസ് ആൻഡ് ബഫിൾസ്. ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ആസ്കോമൈസിസിലാണ് വരുന്നത്. മനസ്സിലായോ? ഇനി ബെസിഡിയമൈസിന്റെ എക്സാമ്പിൾ എന്താ എടുക്കുന്നത്? അഗാരിക്കസ്, ഉസ്റ്റിലാഗോ ആൻഡ് ഫക്സിനിയ.